സോയ ജോസഫ്, ഈ രാജിയുടെ ആവശ്യത്തിൽ കോൺഗ്രസിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ഇന്നലെ വരെ രാജി അത് CPM തീരുമാനിക്കട്ടെ എന്നാണല്ലോ കോൺഗ്രസ് എടുത്ത നിലപാട്. ഇന്നിപ്പോൾ സമ്മർദ്ദം ശക്തമാകുന്ന ഘട്ടത്തിലാണോ കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഡോക്ടർ സോയ ജോസഫ്. ആദ്യം തന്നെ ഈ ചർച്ചയുടെ വളരെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്രനേരം ചർച്ച വളരെ ഏകപക്ഷീയമായി കൊണ്ടുപോയതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള യാതൊരു സംശയവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇന്ന് നിരന്തരമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ജില്ലാ കലക്ടറേറ്റിലേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ കോൺഗ്രസ് സംഘടിപ്പിച്ചു. അതിലെ ഏറ്റവും ആദ്യം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് മുകേഷിനെ പോലെയുള്ള ഒരാൾ ജനപ്രതിനിധിയായി തുടരുന്നത്, നയരൂപീകരണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നിർത്തിവെക്കണം, അല്ലെങ്കിൽ ഇത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുള്ള ആവശ്യമാണ് ആദ്യം തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഈ പറയുന്ന ആരോടൊപ്പവും ചേർന്ന് നിൽക്കാനുള്ള യാതൊരു ശ്രമവും കോൺഗ്രസ് നടത്തിയിട്ടില്ല. അത് കൃത്യമായി BJPയും CPM ഇവിടെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്ര നേരവും താങ്കൾ ഈ ചർച്ച കൊണ്ടുപോയത് ആ ഒരൊറ്റ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ്. എന്നിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ ഈ ചർച്ച കണ്ടപ്പോൾ തന്നെ ഏറെ ബഹുമാന്യനായിട്ടുള്ള BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് S. സുരേഷിനോട് വലിയ സഹതാപമാണ് തോന്നിയത്. കാരണം ഈ പറയുന്ന രീതിയിൽ യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകരോ ജനങ്ങളോ അല്ല വെട്ടിലാകുന്നത്. ഇവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്രയേറെ പാടുപെടുന്ന BJPയുടെ നേതൃത്വമാണ് സുരേഷ് ഗോപിയെ കൊണ്ട് വെട്ടിലാകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന അതേ വാദങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നു. നേരത്തെ ചോദിച്ചതുപോലെ ഞാൻ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വീണ്ടും ശ്രീ S. സുരേഷിനെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്ന് ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്ക് വലിയ സഹതാപം തോന്നുന്ന കാര്യമാണ് എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ. അപ്പൊ ഇത്രയേറെ ഗൗരവകരമായ ഒരു ചർച്ച നടക്കുമ്പോൾ ഇപ്പൊ തീർച്ചയായും സുരേഷ് ഗോപി പറഞ്ഞു വെച്ചതിനെ ന്യായീകരിക്കുന്നത് BJPക്കാർ മാത്രമല്ല. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. മുൻ MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ്, CPMന്റെ മുൻ MLA ആയിട്ടുള്ള കാരാട്ട് റസാഖ് പറഞ്ഞു വെച്ചത് നമ്മൾ കണ്ടതാണ്. അത് വലിയ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് അടിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് സല്യൂട്ട് അടിക്കുകയും തിരിച്ച് മുകേഷിനെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരേ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പൊ കോൺഗ്രസിന്റെ ആത്മാർത്ഥത അളക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം പരിശോധിക്കാനോ യഥാർത്ഥത്തിൽ ഇവിടെ സമയം കണ്ടെത്തേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചത് ആരാണെങ്കിലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ഇന്ന് പോലും കോൺഗ്രസിന്റെ നിയമവിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നു, അദ്ദേഹത്തിനെതിരെ FIR ഇട്ടിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു കൺഫ്യൂഷനും ഇല്ല. അദ്ദേഹത്തെ പുറത്താകലെങ്കിൽ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും അത് ഉടനടി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മളോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരൊക്കെ സംരക്ഷിക്കപ്പെടണം എന്നുള്ള യാതൊരു ധാരണയും ഞങ്ങളെ സംബന്ധിച്ചില്ല. ഇത് വളരെ കൃത്യമായി ഗുരുതരമായിട്ടുള്ള വീഴ്ച, ഗുരുതരമായിട്ടുള്ള ക്രൈമുമായിട്ടാണ് ഈ കാര്യങ്ങൾ.